ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലീനിയർ സെർച്ച് എന്താണെന്ന് പറയാം. നമ്മൾ ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു അറേ ആണെങ്കിൽ ഇതിൽ 1 4 5 2 ഇങ്ങനെ കുറച്ച് അൺസോർട്ടഡ് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, സോർട്ട് ചെയ്യാത്ത എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഞാനൊരു പർട്ടിക്കുലർ നമ്പർ ഫോർ എക്സാമ്പിൾ 5നെ ഞാൻ സെർച്ച് ചെയ്യുകയാണ്, 5 എവിടെയാണ് സെർച്ച് ചെയ്യുകയാണ്. സോ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഈ ലീനിയർ സെർച്ച് പറയുന്നത്. ലീനിയർ സെർച്ച് ആ പേരിൽ തന്നെയുണ്ട്, ലീനിയർ ആയിട്ട് 1 by 1 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. നമ്മൾ അന്വേഷിക്കുന്ന ഇതാണെന്ന്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 5 ആണ് നോക്കുന്നത്. ആദ്യം ഞാൻ എന്ത് നോക്കും, 0th പൊസിഷനിൽ ഇരിക്കുന്ന ആരാണ്, ഇതൊരു അറേ ആണെങ്കിൽ ഇതിൻ്റെ 0th പൊസിഷനിൽ ആരാണ് ഇരിക്കുന്നത്, 1. സോ 1 ഈക്വൽ ടു 5 ആണോ നോക്കും, ആണോ അല്ല. സോ ഇത് തെറ്റാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒന്നുകൂടെ മുന്നോട്ട് വരുന്നു, വീണ്ടും നോക്കുന്നു. അടുത്ത ഫസ്റ്റ് പൊസിഷൻ 01ൽ എ ഓഫ് 1ൽ എന്താ ഇരിക്കുന്നത്, 4 ആണ് ഇരിക്കുന്നത്. സോ 4 ഈക്വൽ ടു 5 ആണോ നോക്കും, അല്ല. സോ അതും തെറ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോയതിന് ശേഷം നോക്കി, ഇവിടെ നോക്കി സെക്കൻഡ് പൊസിഷനിൽ നോക്കിയപ്പം 5 ഈക്വൽ ടു 5 ആണ്. സോ ഞാൻ ഐറ്റത്തിനെ ഫൗണ്ട് ചെയ്തു. ഇതാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അൽഗോരിതം നോക്കാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് റീഡ് ചെയ്യേണ്ട എലമെൻറ്റിന് ഞാൻ ഐറ്റം ഒന്ന് റീഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഐറ്റം എത്ര ഞാൻ നോക്കിയത് 5 ആയിരുന്നു. സോ റീഡ് ദ ഐറ്റം ടു ബി സെർച്ച്. അതിനുശേഷം ഒരു വാല്യൂ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചു. അതിന് എന്താണ് 0 ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് ഞാനിവിടെ ചെയ്ത എന്തായിരുന്നു, അറേ ആയിരുന്നെങ്കിൽ 1 4 5. ഓക്കെ. ഞാൻ എവിടെ തൊട്ട് എവിടെ വരെ ചെയ്തു, 0 1 2 ഇത്രയും വരെ പോയപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്, 5നെ കണ്ടെത്താൻ പറ്റിയത്. സോ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തു. y = 0 to n വരെ. എനിക്ക് ലാസ്റ്റ് വരെയും പോയി നോക്കണ്ടേ. ചിലപ്പം ഇവിടെ ആയിരിക്കും ഞാൻ ഏറ്റവും ലാസ്റ്റിലാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവിടെ വരെ എനിക്ക് പോകേണ്ടി വരും. സോ i = 0 to n ഞാൻ എന്താ നോക്കിയത്, ഓരോ പൊസിഷനിലും 0th പൊസിഷനിൽ ഞാൻ നോക്കി. a of 0 1 ആയിരുന്നു. ഓക്കെ. 1 ഈക്വൽ ടു 5 ആണോ നോക്കി, അല്ല. അങ്ങനെ അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, 4 i = 0ക്കകത്ത് ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് എന്താക്കും, 1 ആക്കും. a of 1ൽ ഇപ്പം 4 ആയിരുന്നു. സോ 4 ഈക്വൽ ടു 5 ആണോ, അല്ല. അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യും, ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 2i. 2 എത്തിയപ്പോഴായിരുന്നു 5 ഈക്വൽ ടു 5 കിട്ടിയത്. സോ ഐറ്റം ഫൗണ്ട് ആയി. ഓക്കെ. ഐറ്റം ഫൗണ്ട് ആയപ്പോൾ എന്താ ചെയ്തത്, പ്രിൻറ്റ് ഐറ്റം ഫൗണ്ട്. എന്നിട്ട് ഫ്ലാഗിനെ നമ്മൾ എത്രയാക്കി സെറ്റ് ചെയ്തു, 1 ആക്കി സെറ്റ് ചെയ്തു. സോ ഇതാണ് ഇവിടെ ഇത്രയും നടന്നത്. ഓക്കെ. അതിനുശേഷം ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഫ്ലാഗ് 0 ആണെങ്കിൽ ഇവിടെ ഐറ്റം ഫൗണ്ട് ആകുമ്പോൾ എന്താ കാണിക്കുന്നത്, ഫ്ലാഗ് 1 ആക്കും. അല്ലെങ്കിൽ ഫ്ലാഗ്, അതായത് ഐറ്റം ഒരിക്കലും കണ്ടെത്തിയില്ല, ഞാൻ അന്വേഷിക്കുന്ന ഐറ്റം അതിനകത്തേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഫ്ലാഗ് ഏതെങ്കിലും സമയത്ത് 1 ആകുമോ, ഒരിക്കലും 1 ആകില്ല. അതായത് ഞാൻ അന്വേഷിക്കുന്നത് 5 ആണ്, പക്ഷേ ഇതൊരു അറയാണെന്ന് വിചാരിച്ചു, ഇതിനകത്ത് 5 ഉണ്ടോ, ഇല്ല. അപ്പം ഒരു സമയത്തും എന്താണ്, ഈ ലൂപ്പ് കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്ലാഗ് ഒരിക്കലും 1 ആവത്തുമില്ല. അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ എന്തായിട്ട് തന്നെ സെറ്റായി നിൽക്കും, 0 ആയിട്ട് തന്നെ. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം, ഐറ്റം നോട്ട് ഫൗണ്ട് എന്ന്. സോ ഇതാണ് ലീനിയർ സെർച്ച്. ഓക്കെ. ഇനി അതിൻ്റെ ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, ആവറേജ് കേസ് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം ഞാൻ നോക്കിയത് 5 ആണ്. 5 ആദ്യം തന്നെ കിടക്കുവാണെങ്കിൽ എന്താണ്, ബെസ്റ്റ് കേസാണ്. ഇനി ഞാൻ നോക്കിയ ലെറ്റർ എന്ന് പറയുന്നത് 4 ആണ് എന്ന് വിചാരിച്ചോ. ആ 4 എവിടെ കിടക്കുന്നത്, ഏറ്റവും ലാസ്റ്റിലാണ്. അന്നേരം അതാണ് അതിൻ്റെ വേഴ്സ്റ്റ് കേസ്. ഇനി ഞാൻ നോക്കുന്നത് 5 ആണ്. സോ 5 കിടക്കുന്ന ഏകദേശം എവിടെയാണ്, മിഡിലാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ n ആണ് സൈസ് എങ്കിൽ ആവറേജ് കേസ് എന്തായിരിക്കും, n/2 ആയിരിക്കും. ടോട്ടൽ n ആണെങ്കിൽ ഈ ഏറ്റവും നടുക്കെന്ന് പറയുമ്പോൾ n/2 ആയിരിക്കും. സോ നമുക്കൊരിക്കലും ബിഗ് ഓഫ് n/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതിന് പകരം എന്ത് തന്നെ എഴുതാം, ബിഗ് ഓഫ് n എന്ന് തന്നെ നമുക്ക് എഴുതാം. സോ ഇതാണ് ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, ആവറേജ് കേസ്. നെക്സ്റ്റ് ബൈനറി സെർച്ച് ആണ്. ബൈനറി സെർച്ച് എന്ന് പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ലാർജ് അറേസ് ആൻഡ് സോർട്ടഡ് അറേസിലാണ് ചെയ്യുന്നത്. അതായത് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു എലമെൻ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സിൽ ഞാൻ 2 ആണോ നോക്കുന്നു, ഞാൻ അന്വേഷിക്കുന്നത് 4 ആണോ നോക്കുന്നു, 1 ആണോ നോക്കുന്നു. ഇങ്ങനെ കുറേ എലമെൻറ്റ്സ് അടുക്കി വെച്ചിട്ട് ഞാൻ ഓരോന്ന് എടുത്തെടുത്ത് നോക്കുവാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണോ എന്നുള്ളത്. ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് 1 ലക്ഷം ഡേറ്റാസ് ഉണ്ടെന്ന് വിചാരിക്കും. 1 ലക്ഷം പ്രാവശ്യം നമുക്കത് എടുത്ത് നോക്കാനായിട്ട്
പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു ലാർജ് അറേയിൽ ലീനിയർ സെർച്ച് പോസിബിൾ അല്ല. സോ ബൈനറി സെർച്ചാണ് ലാർജ് അറേസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ബൈനറി സെർച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അറേനെ അങ്ങ് സോർട്ട് ചെയ്യും. അറേനെ സോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സെർച്ചിങ് ചെയ്യത്തുള്ളൂ. ഇതാണ് ബൈനറി സെർച്ച്. സോ ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അൽഗോരിതം വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പം അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പറയാം. എനിക്കൊരു എലമെൻ്റ് ഉണ്ട്, എനിക്കൊരു അറയുണ്ട്. ആ അറേനെ ഞാൻ സോർട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം 2 3 4 6 7 എന്ന് കൂട്ടിക്കും. ഓക്കെ, ഇത്ര എലമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ബൈനറി സെർച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാനിപ്പോൾ അന്വേഷിക്കുന്നത് എന്താണ്, 6 ആണ്. അപ്പം ഈ ഒരു അറേ എന്ന് പറയുന്നത് എന്താണ്, സോർട്ടഡ് ആണ് എന്ന് വിചാരിച്ചു. 6 അല്ല, സോറി ഞാനിപ്പോൾ അന്വേഷിക്കുന്നത് 7 ആണെന്ന് വിചാരിച്ചു. ഈ അറേ സോർട്ടഡ് ആണ്. അപ്പം അത് മനസ്സിൽ വെക്കുക. സോർട്ടഡ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇത് പറയാൻ പോകുന്നത്. ഞാൻ അന്വേഷിക്കുന്നത് 7 ആണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മിഡ് വാല്യൂ, നടുക്കുള്ളൊരു വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നോക്കി 2 3 4 6 7 ഏകദേശം 0 1 2 3 4 മിഡ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്തായിരിക്കുന്നത്, 4. ഓക്കെ, ഇനി എൻ്റെ അടുത്ത ഉദ്ദേശം, ഞാൻ അന്വേഷിക്കുന്ന ഐറ്റം എന്താണ്, 7. ഞാൻ നോക്കുകയാണ് 4 ലെസ് ദാൻ 7 ആണോ 4 ഗ്രേറ്റർ ദാൻ 7 ആണോ. ഇപ്പം ഞാൻ നോക്കുന്ന ഐറ്റം 4-നേക്കാൾ ചെറുതാണോ വലുതാണോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലാവും, ഞാൻ നോക്കുന്ന ഐറ്റം എന്താണ്, 4-നേക്കാൾ വലുതാണ്. 4 കണ്ടോ, 4 ലെസ് ദാൻ 7. ഞാൻ നോക്കുന്ന ഐറ്റം 7, അതാണ് ഗ്രേറ്റർ. ഓക്കെ, അപ്പം ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അറേനെ ഞാൻ സോർട്ട് ചെയ്താൽ വെച്ചെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ്, ഞാൻ നോക്കുന്ന എലമെൻറ്റ് ഈ 4-നേക്കാൾ വലുതാണ്. സോ 4-നേക്കാൾ വലുതായ എല്ലാ ഐറ്റംസും എവിടെ വരും, 4-ന് ശേഷമല്ലേ വരൂ. 4-നേക്കാൾ ഗ്രേറ്റർ എലമെൻറ്റ്സ് എല്ലാം 4-ന് ശേഷമേ വരൂ. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇനി ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ നോക്കേണ്ട കാര്യമേ ഇല്ല. ഇതിൻ്റെ താഴെയെല്ലാം 4-നേക്കാൾ ചെറിയ എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പം ഞാനിത് നോക്കേണ്ട കാര്യമേ ഇല്ല. എനിക്കറിയാം 4-നേക്കാൾ വലിയൊരു എലമെൻറ്റാണ് ഞാനിപ്പോൾ ഐറ്റമാക്കി എടുത്തേക്കുന്നത്. സോ ഞാൻ 4 6 7 മാത്രം നോക്കിയാൽ മതി. ഇനി എനിക്കിത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. 7 ഇനി എവിടെയാണെന്ന് അറിയത്തില്ല. വീണ്ടും ഞാൻ എന്ത് കണ്ടുപിടിക്കും, മിഡ് കണ്ടുപിടിക്കും. മിഡ് കണ്ടുപിടിക്കുമ്പോൾ 4 2 3 4 മിഡ് എന്താണ്, 6 ആണ്. എന്നിട്ട് വീണ്ടും ഞാൻ നോക്കും 6 ലെസ് ദാൻ 7 ആണോ 6 ഗ്രേറ്റർ ദാൻ 7 ആണോ. സോ 6 ലെസ് ദാൻ 7 അല്ലേ, എനിക്ക് മനസ്സിലാവും. അപ്പോൾ എന്താ, 6-നും ഇപ്പുറത്താണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, അടുത്തത് നോക്കും. 6 ലെസ് ദാൻ 7 ആയതുകൊണ്ട് വീണ്ടും വീണ്ടും ഇതിൻ്റെ മിഡ് കണ്ടുപിടിക്കും. ഇങ്ങനെ ഞാൻ ഇനി വീണ്ടും മിഡ് കണ്ടുപിടിച്ചിട്ട് എനിക്ക് ഈ എലമെൻറ്റിൽ എത്തുന്നിടം വരെ ഞാനിത് ഇങ്ങനെ ചെറുതാക്കി വന്നുകൊണ്ടേയിരിക്കും. സോ ഇതാണ് ബൈനറി സെർച്ച് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു. ഇനി അൽഗോരിതം വെച്ച് പറയാം. അപ്പം ഞാൻ ആദ്യം 2 3 4 5 6 സോ ഒരു സോർട്ടഡ് അറേയാണ്. ഞാനിപ്പോൾ നോക്കുന്നത് 5 ആണ്. എൻ്റെ ഐറ്റം അതൊക്കെ റീഡ് ദ ഐറ്റം ടു ബി സെർച്ച്ഡ്. എൻ്റെ ഐറ്റം എന്താണ്, 5 ആണ്. അപ്പം ഞാൻ ആദ്യം എന്താ സെറ്റ് ചെയ്തേക്കുന്നത്, സെറ്റ് ബിഗിനിങ് ഇനിഷ്യൽ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്തു. എൻഡ് ഈസ് ഈക്വൽ ടു n-1 ആക്കി സെറ്റ് ചെയ്തു. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏത് പൊസിഷൻ, 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. സോ ബിഗിനിങ് എന്താണ്, 0 ആണ്. സോ ഇതാണ് ബിഗിനിങ് എന്ന് പറയുന്നത്. എൻഡ് എന്താണ്, n-1. n എന്ന് പറയുന്നത് 5 ആണ്. ടോട്ടൽ നമ്പർ 1 2 3 4 5 ആണ്. സോ 5 - 1 എന്താണ്, 4. സോ എൻഡ് ബിഗിനിങ് ഇത്, എൻഡ് ഇത്. ഓക്കെ, എന്നിട്ട് മിഡ് കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലാം മിഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മിഡ് എന്ന് പറയുന്നത് എന്താണ്, മിഡ് ഈസ് ഈക്വൽ ടു ബിഗിനിങ് എത്രയാണ്, 0, എൻഡ് എത്രയാണ്, 4. 0 + 4/2 വിച്ച് ഈസ് 2. അപ്പോൾ മിഡ് എന്താണ്, 2 ആണ്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, ബിഗിനിങ് 0-ൽ ഇരിക്കുകയാണ്, എൻഡ് 4-ൽ ഇരിക്കുകയാണ്. സോ അതിൻ്റെ മിഡ് എന്ന് പറയുന്നത് 2 ആണ്. സോ ഇതാണ് 2 എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താ പറഞ്ഞേക്കുന്നത്, റിപ്പീറ്റ് സ്റ്റെപ്സ് 5 to 9 വൈൽ ബിഗിനിങ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ് ആൻഡ് ഡേ ഓഫ് മിഡ് നോട്ട് ഈക്വൽ ടു ഐറ്റം. ഞാൻ അവിടെ പറഞ്ഞില്ലേ, ഈ മിഡ് വാല്യൂ ഐറ്റം ആകുന്നിടം വരെ നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ബിഗിനിങ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ്. ഇപ്പം ബിഗിനിങ് എത്രയാണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ് എത്രയാണ്, 4. കണ്ടീഷൻ ശരിയല്ലേ, ആണ്. ഇനി മിഡ് എത്രയാണ്, 2 ആണ്. F2 ഈക്വൽ ടു, ഞാൻ നോക്കുന്നത് എന്താണ്, 5. A ഈക്വൽ ടു 5 ആണോ, അല്ല. സോ ഈ കണ്ടീഷനും ശരിയാണ്. 2 കണ്ടീഷൻ ശരിയാണെങ്കിൽ 5 to 9 വരെ റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 2 കണ്ടീഷനും എന്താണ്, ശരിയാണ്. അപ്പം നമുക്ക് അവിടെ എന്താ ചെയ്തേക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനി ഓക്കെ, ഇവിടെ നമ്മുടെ എലമെൻറ്റ് എന്താണ്,
5 ആണ്. സോ ഐറ്റം ഐറ്റം ലെസ് ദാൻ എ ഓഫ് മിഡ്. 5 ലെസ് ദാൻ ഞാൻ നോക്കുവാണ് എ ഓഫ് മിഡ് എന്തായിരുന്നു? എ ഓഫ് 2. 5 എ ഓഫ് 2 എന്താണ്? 4. ഓക്കെ, 5 ലെസ് ദാൻ 4 ആണോ നോക്കി, കണ്ടീഷൻ ശരിയാണോ? അല്ല, 5 ഗ്രേറ്റർ ദാൻ 4 ആണ്. അപ്പോൾ ഇഫ് വർക്കാവുമോ? ഇല്ല. അതിന് പകരം എന്ത് വർക്കാകും? എൽസ് വർക്കാവും. എൽസിൽ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോൾ എനിക്ക് മനസ്സിലായി 5 4നേക്കാൾ ചെറുതല്ല. എന്നിട്ട് എൽസിൽ എന്താ പറഞ്ഞേക്കുന്നത്? ബിഗിനിങ് ഈസ് ഈക്വൽ ടു മിഡ് പ്ലസ് 1. ഇത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ബിഗിനിങ് ഈസ് ഈക്വൽ ടു മിഡ് പ്ലസ് 1. ഇപ്പം മിഡ് എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 + 1 എത്രയാണ്? 3 ആണ്. അപ്പം അതായത് ഞാൻ എന്ത് ചെയ്തു? മിഡിനേക്കാൾ ഗ്രേറ്റർ ആണ് 5 എന്ന് മനസ്സിലാക്കി. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ ബിഗിനിങ്ങിനെ എങ്ങോട്ട് എടുത്ത് വെച്ചു? ഇതാണ്ട് 3 എടുത്ത് വെച്ചു. ഇനി ഇപ്പം എൻ്റെ ബിഗിനിങ് എവിടെ ഇരിക്കുകയാണ്? 3 എൻ്റെ എൻഡ് എവിടെ ഇരിക്കുകയാണ്? 6 ഇനി എവിടെ മാത്രം നോക്കിയാൽ മതി? ഞാൻ ഈ 5ഉം 6ഉം മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം എനിക്ക് മനസ്സിലായി 4നേക്കാൾ വലുതാണ് ഈ ഇരിക്കുന്ന ആൾക്കാർ, ഈ ഞാൻ നോക്കുന്ന ഐറ്റം. സോ അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. ഇപ്പോൾ ബിഗിനിങ് എവിടെയാണ്? 3 എൻഡ് 4 സോ ഇവിടെയാണ് നമ്മളിനി ചെക്ക് ചെയ്യാനുള്ളത്. അപ്പം നോക്കി, ഇനി അടുത്തത് വീണ്ടും ഞാൻ ഇവിടെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. 9th സ്റ്റെപ്പ് എന്താണ്? മിഡ് ഈസ് ഈക്വൽ. വീണ്ടും ഞാൻ മിഡ് കണ്ടുപിടിക്കാൻ പോകും. ഇതിൻ്റെ മിഡ് ഇപ്പം ബിഗിനിങ് 3 ഇപ്പം 3 + 4/2 വിച്ച് ഈസ് 7/2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 ആണ്. അപ്പം അപ്രോക്സിമേറ്റ്ലി എനിക്ക് എത്രയാണ്? 3 ആണ് കിട്ടും. 3 പോയിൻറ്റ് സംതിങ് അല്ലേ വരുന്നത്. അതിന് പകരം ഞാൻ എന്തെഴുതി? 3 എഴുതി. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ 5ലും 6ലും എനിക്ക് എന്ത് മനസ്സിലായി? മിഡ് 3 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എൻ്റെ മിഡ് വാല്യൂ ഏതാണ്? 3 ആണ്. ഓക്കെ, ഇനി എൻ്റെ ഉദ്ദേശം അടുത്ത എന്താ? വീണ്ടും ഞാൻ ഇവിടെ വന്നു. ഈ ലൂപ്പ് കഴിയണ്ടേ? ഈ ലൂപ്പിൽ തിരിച്ചു വന്നു. നോക്കിയപ്പം 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ്റെ ഇപ്പം എന്തിലാണ് ഇരിക്കുന്നത്? 4. ഓക്കെ, കണ്ടീഷൻ ശരിയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? എ ഓഫ് മിഡ് നോട്ട് ഈക്വൽ ടു ഐറ്റം. മിഡ് എന്താണ്? എ ഓഫ് 3 ആണ്. എ ഓഫ് 3 എന്താണ്? 5. ഞാൻ അന്വേഷിക്കുന്ന ഐറ്റം എന്താണ്? ഞാൻ അന്വേഷിക്കുന്ന ഐറ്റവും 5 ആണ്. സോ ഈ കണ്ടീഷൻ തെറ്റിയല്ലോ. ഈ കണ്ടീഷൻ എൻ്റെ തെറ്റി. അപ്പം ഞാൻ എന്ത് പറ്റും? ഈ വൈൽ ലൂപ്പിന് ഞാൻ പുറത്ത് വരും. ഈ വൈൽ ലൂപ്പിന് പുറത്ത് വന്നപ്പോൾ എന്താ നോക്കിയേക്കുന്നത്? എ ഓഫ് മിഡ് ഈക്വൽ ടു ഐറ്റം ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഐറ്റം ഫൗണ്ട് എന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കാണാം എ ഓഫ് മിഡ് ഈക്വൽ ടു ഐറ്റം ആണെങ്കിൽ. ഇവിടെ നോക്കിയേ, എ ഓഫ് 3 എന്താണ്? 5 ആണ്. ഓക്കെ, ഐറ്റം എന്താണ്? 5 ആണ്. സോ കണ്ടീഷൻ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഐറ്റം ഫൗണ്ട്. ഇതൊന്നും ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അന്വേഷിക്കുന്ന ഐറ്റം എന്തിനകത്തില്ല? ഈ ഒരു അറയിലേ ഇല്ല. അതാണ് എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. എനിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൻ്റെ അനാലിസിസ്. ബെസ്റ്റ് കേസ് എന്തായിരിക്കും? മിഡിൽ ഓഫ് ദ അറേ. ആദ്യമേ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ അറേനെ നമ്മൾ അങ്ങോട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ എവിടെ നിന്ന് നോക്കുന്നു? മിഡിലെടുക്കുന്നു. അപ്പം ഞാൻ അന്വേഷിക്കുന്ന ആൾ ഏറ്റവും മിഡിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് വീണ്ടും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കിടക്കുക എന്നുള്ളതല്ല. ഞാൻ സോർട്ട് ചെയ്തതിന് ശേഷം മിഡ് കണ്ടുപിടിച്ചിട്ട് ഈ നടുക്കുണ്ടെങ്കിലാണ് എനിക്ക് ആദ്യം തന്നെ ഈ വൈൽ ലൂപ്പിലേ ഞാൻ കയറില്ല. ഞാൻ ഈ വൈൽ ലൂപ്പിലേ കയറത്തില്ല. കാരണം എന്താ? മിഡിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ അതുകൊണ്ട് ഈ കണ്ടീഷൻ ശരിയാവത്തില്ല. അപ്പം നേരെ ഇങ്ങ് വരും. എനിക്ക് ആദ്യം തന്നെ എലമെൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഏറ്റവും മിഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് കേസ്. അന്നേരം ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ബിഗ് ഓഫ് 1. ഇനി വേസ്റ്റ് കേസും ആവറേജ് കേസും ഞാൻ പറഞ്ഞായിരുന്നു. ബൈനറി സെർച്ച് എന്ന് പറയുന്നത് നമ്മളൊരു ട്രീ പോലാണ്. അതായത് ഇതിങ്ങനെ ഓരോന്ന് ആദ്യം ഞാൻ പറയില്ലേ മിഡ് കണ്ടുപിടിച്ചു. ഇപ്പോൾ ആദ്യത്തെ ഒരു ഫോർ എക്സാമ്പിൾ ട്രീ പോലെ ഞാൻ വരച്ച് കാണിക്കാം. ആദ്യത്തെ അറ ഇതാണെന്ന് വിചാരിച്ചു. അതിനുശേഷം അതിൻ്റെ മിഡ് കണ്ടുപിടിച്ചു. അതിനെ 2 ആക്കി. ഇതിനെ മിഡ് കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്താക്കി? ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് 2 ആയിട്ട് മുറിച്ചു. എന്നിട്ട് എനിക്ക് മനസ്സിലായി, ഓക്കെ, ഞാൻ എനിക്ക് വേണ്ട ആൾ തൻ്റെ ഈ പാർട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ വീണ്ടും ഞാൻ എന്താക്കി? 2 ആക്കി. എനിക്ക് വേണ്ട ആൾ വീണ്ടും എനിക്ക് മനസ്സിലായി ഇവിടാണ് ഇരിക്കുന്നത്. സോ അതിനെയും 2 ആക്കി. എനിക്ക് വേണ്ട ആൾ ഇതാണ്. ഇവിടുന്ന് ഞാൻ കണ്ടെത്തി. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു അറയാണ്. ആദ്യത്തെ അറ. അതിനെ മിഡ് കണ്ടുപിടിച്ച് ഇതിനെ 2 ആക്കി. കണ്ടോ? ഇതിനെ 2 ആക്കി. എന്നിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ട ആൾ ഈ അറയിലായിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ അതിനെ വീണ്ടും ഞാൻ എന്താക്കി? 2 ആക്കി വെച്ചു. ഓക്കെ, അതാണ് ഇവിടെ കണ്ടേക്കുന്നത്. എന്നിട്ട് വീണ്ടും എനിക്ക് മനസ്സിലായി ഇതിൽ തന്നെ ഇയാളിലാണ് ഞാൻ നോക്കേണ്ട ആൾ ഇരിക്കുന്നത്. അപ്പം ഞാൻ അതിനെ വീണ്ടും 2 ആക്കി. സോ അതിൽ ഇതാണ് എനിക്ക് വേണ്ട ആൾ അതുകൊണ്ട് ഇവിടെ നിന്ന് എനിക്ക് കിട്ടി. സോ ഒരു ട്രീ പോലാണ്. ഞാൻ
ഇങ്ങനെ ട്രീ പോലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് കേസ് എന്തായിരിക്കും, ഇതിന് എത്രമാത്രം ഞാൻ ഹൈറ്റ് കൂടുന്നോ, അതായത് എത്രമാത്രം ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നോ അതായിരിക്കും ഏറ്റവും വേസ്റ്റ് കേസ്. ഹൈറ്റ്, ആ ട്രീയുടെ ഹൈറ്റ്, അതാണ് അതിൻ്റെ വേസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഹൈറ്റ് കൂടുമ്പം അതിനകത്ത് ഏറ്റവും താഴെ നമുക്ക് കിട്ടുവാണെങ്കിൽ വേസ്റ്റ് കേസ് അതാണ്. ഹൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലോഗൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ട്രീയുടെ ഏകദേശം നടുക്ക്, അതായത് ലോഗൻ ബൈ 2 ആണ്. സോ ലോഗൻ ബൈ 2 നമ്മൾ എടുക്കത്തില്ല, അത് അപ്രോക്സിമേറ്റ്ലി എന്ത് തന്നെ ആക്കുന്നു, ബിഗ് ഓഫ് ലോഗൻ തന്നെ ആക്കുന്നു. സോ ഇതാണ് ബൈനറി സെർച്ചിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ഓൾറെഡി അറിയാം ലീനിയർ സെർച്ചിന് എന്താണ്, നമുക്ക് സോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ സോർട്ട് ചെയ്യണം. ഇവിടെ സീക്വൻഷ്യലായിട്ടാണ് ഞാൻ ആക്സസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, റാൻഡമായിട്ട് മിഡിൽ എടുക്കുന്നു, റാൻഡമായിട്ട് ആക്സസ് ചെയ്യുന്നു. അതിനുശേഷം എന്തായിരുന്നു, ഇവിടെ ഓരോന്ന് ഇപ്പോൾ ഈക്വലായിട്ട് ഒരെണ്ണം നോക്കുന്നു വെക്കുന്ന ആ രീതിയിലാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എൻ ആണ്, ഇതിൻ്റെ ബിഗ് ഓഫ് ലോഗ് എൻ ആണ്. സോ ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ജസ്റ്റ് കുറച്ചൊന്ന് പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ തന്നെ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ഈ ബൈനറി സെർച്ച് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ 2 എലമെൻറ്റിനെ സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, 23 47. സോ ഇതാണ് എലമെൻറ്റ്സ് 12 23 27 35 39 42 50. സോ ഇതാണ് നിങ്ങളുടെ എലമെൻറ്റ്സ്. ടോട്ടൽ 7 എലമെൻറ്റ്സ് ഉണ്ട്. ഞാൻ അറയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിഷ്യലി ഇവിടെ ബിഗിനിങ്ങിന് പകരം എൽ എന്ന് കൊടുത്തിട്ടുണ്ട്, എൻഡിന് പകരം എച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പേരിന് ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കണ്ടെത്തേണ്ടത് 23 ആണ്. ഓക്കെ, ഞാൻ ബൈനറി സെർച്ച് ആയതുകൊണ്ട് എന്താണ്, ഓൾറെഡി സോർട്ടഡ് ആണ്. ഇനിഷ്യലി എന്താണ് ബിഗിനിങ്, അതായത് എൽ ഈസ് ഇക്വൽ 0. ഇനി എൻ്റെ എന്താണ്, എൻ ടോട്ടൽ 7 ആണ്. 7 - 1 6. എന്നിട്ട് ഞാൻ മിഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, 0 + 6/2 വിച്ച് ഈസ് 3. സോ എനിക്ക് മിഡ് എവിടെയാണ് കിട്ടിയേക്കുന്നത്, അതുകൊണ്ട് ഇവിടെ 35 കിട്ടിയേക്കുന്നത്. ഇനി എൻ്റെ കണ്ടീഷൻ എന്താണ് ഞാൻ നോക്കുന്നത്, ഇനി ഞാനിവിടെ മിഡ് കണ്ടുപിടിച്ചു. ഇനി 2 കണ്ടീഷനാണ്, ബിഗിനിങ് <= എൻഡ് ആണ്, അതേപോലെ എ ഓഫ് മിഡ് ഈക്വൽ ടു ഐറ്റം ആണോ എന്ന് നോക്കണം. ഈ 2 കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ ബിഗിനിങ് എത്രയാണ്, 0 ആണ്. ഓക്കെ, അതിവിടെ എഴുതിയിട്ടില്ല, ബിഗിനിങ് 0 ആണ്. 0 <= എൻഡ് എന്നാണ് 6. കണ്ടീഷൻ ശരിയാണ്. ഇനി എ ഓഫ് മിഡ് എത്രയാണ്, 3. ഓക്കെ, ഞാൻ നോക്കാൻ പോകുന്ന ഐറ്റം എന്താണ്, 23. എ ഓഫ് 3 = 23 ആണോ, അല്ല, എ ഓഫ് 3 35 ആണ്. സോ ആ 2 കണ്ടീഷനും ശരിയാണ്. ഇനി ആ 2 കണ്ടീഷൻ ശരിയാണെങ്കിൽ എൻ്റെ അടുത്ത ഉദ്ദേശം എന്തുമായിരുന്നു, അടുത്ത എന്തായിരുന്നു ഞാനിവിടെ കാണിച്ചു തന്നായിരുന്നു. അടുത്ത എന്താ, ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഞാൻ ഐറ്റം <= എ ഓഫ് മിഡ് ആണോ എന്ന് നോക്കണം. അതാണ് എൻ്റെ അടുത്ത ഉദ്ദേശം. ഓക്കെ, എൻ്റെ ഐറ്റം എന്താണ്, 35. ഇനി 35 ഐറ്റം എന്താണ്, 23. സോ എൻ്റെ ഉദ്ദേശം എന്താണ്, 23 എന്താണ് 35 ആണോ എന്ന് നോക്കണം. അതാണ് എൻ്റെ ആദ്യത്തെ ഉദ്ദേശം. 23 <= 35 ആണല്ലോ. 23 <= 35 ആണെങ്കിൽ ഇതാണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, എൻഡ് ഈസ് ഈക്വൽ ടു മിഡ് -1 അതാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ എൻഡിന് വരെ എച്ച് എന്നാണ് കൊടുത്തേക്കുന്നത്. കണ്ടീഷൻ ശരി. ഇവിടെ നോക്കിയേ, 23 <= 35 ആണ്. സോ കണ്ടീഷൻ ശരിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, എച്ച് ഈസ് ഈക്വൽ ടു മിഡ് ഇപ്പോൾ എത്രയാണ്, 3 - 1 എത്രയാണ്, 2. സോ എച്ചിൻ്റെ വാല്യൂ, അതായത് എച്ചിനെയാണ് എൻഡ് എന്ന് പറയുന്നത് കേട്ടോ. എൻഡ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 2 കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ബിഗിനിങ് എൽ ഈസ് ഈക്വൽ 0, എച്ച് ഈസ് ഈക്വൽ ടു 2. ഇനി വീണ്ടും അതിൻ്റെ മിഡ് കണ്ടുപിടിച്ചു. എന്താണ്, 0 + 2/2 വിച്ച് ഈസ് 1. ഇപ്പം മിഡ് എന്താണ്, അതാണ്ട് ഇവിടുന്ന് കിട്ടി. മിഡ് ഇവിടെ 1 23 ആണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, ബിഗിനിങ് <= എൻഡ് ആണെന്ന് നോക്കും. ഇനി എൻഡ് എന്താണ്, 2 ആണ്. സോ 0 <= 2. ഓക്കെ, കണ്ടീഷൻ ശരിയാണ്. ഇനി അടുത്ത കണ്ടീഷൻ എന്താ നോക്കിയേക്കുന്നത്, എ ഓഫ് മിഡ് എന്താണ്, ഇപ്പം 1 ആണ്. എഫ് 1 ഞാൻ നോക്കുന്നത് എന്താണ്, 23. എഫ് 1 = 23 ആണോ നോക്കും. ഓക്കെ, എഫ് 1 എന്താണ്, 23 ആണ്. സോ 23 = 23 ആണ്. അപ്പോൾ ആ വൈൽ ലൂപ്പിൽ കയറുമോ, ഇല്ല. സോ ആ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റായിട്ട് പുറത്ത് വരും. എക്സിറ്റായിട്ട് പുറത്ത് വന്നതിന് ശേഷം എന്തായിരുന്നു നോക്കിയിരുന്നത്, ഈ വൈൽ ലൂപ്പ് പുറത്ത് വന്നതിന് ശേഷം വീണ്ടും എന്താണ്, എഫ് മിഡ് എന്തായിരുന്നു, എഫ് 1 = ഐറ്റം ആണല്ലോ. എഫ് 1 23 ആണ്, നോക്കുന്നതും 23 ആണ്. സോ പ്രിൻ്റ് ഐറ്റം സെർച്ച് സക്സസ്ഫുള്ളായി. സോ സിമിലർലി നിങ്ങൾ എന്തും നോക്കുക, 47 ഇതിനകത്ത് ഇല്ലാത്തൊരു എലമെൻറ്റാണ്, ഇതിനകത്ത് എങ്ങും ഇല്ലാത്തൊരു എലമെൻറ്റാണ്. സോ ഇതിൻ്റെ സെർച്ചിങ് നിങ്ങൾ നോക്കിയിട്ട് എഴുതണം. ഇനി അടുത്തത് ലീനിയർ സെർച്ചിൻ്റെയും ബൈനറി സെർച്ചിൻ്റെ രണ്ടിൻ്റെ ഒരു എക്സാമ്പിളുണ്ട്. ജസ്റ്റ് ലീനിയർ സെർച്ച് കൂടെ ഞാൻ പറയാം. നമ്മൾ നോക്കുന്ന സെർച്ച് കീ 35 ആണ്. സോ ആദ്യം എന്താ, ഐയുടെ വാല്യൂ
0. അപ്പം A(0) എടുത്തു. അവിടെ എന്താണ് 10 നോക്കി. 10 ഈക്വൽ ടു 35 ആണോ? അല്ല. ഇനി ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഐ എത്ര ആക്കി? 1 ആക്കി. അതെന്താണ്? 13 ആണ്. 13 ഈക്വൽ ടു 35 ആണോ? അല്ല. ഐയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെൻ്റ് ആക്കി നോക്കി. 21 ഈക്വൽ ടു 35 ആണോ? അല്ല. അടുത്ത ഇൻക്രിമെൻ്റ് ആക്കി 32 നോക്കി. അല്ല. ഇനി ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 4 ആയപ്പോഴാണ് എന്തായത്? 35 ഈക്വൽ ടു 35. അവിടെ വെച്ച് എൻ്റെ സെർച്ചിങ് കംപ്ലീറ്റ് ആയി. സിമിലർലി ഇത് തന്നെ എനിക്ക് എന്ത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും? ബൈനറി സെർച്ച് വെച്ചിട്ട് ബിഗിനിങ്ങും എൻഡും വെച്ചിട്ട് എനിക്ക് മിഡ് വാല്യൂ വെച്ച് കണ്ടുപിടിച്ച് പോകാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ എഴുതുക. ഹോംവർക്കായിട്ട് പറയാനുള്ളതെന്ന് പറയുമ്പം ഞാനിവിടെ 23 പറയും. 47 നിങ്ങൾ നോക്കുക. 47 കൂടെ നിങ്ങൾ സെർച്ചിങ് ഫോർ 39 കൂടെ സെർച്ച് ചെയ്യുന്നത് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ 35 ആണ് പറഞ്ഞത്. ഇതിന് പകരം 44 സെർച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾ എഴുതി കാണിക്കുക. സോ ഇതാണ് ഇതിനകത്തുള്ള ഹോംവർക്ക്.